നമസ്കാരം. 44 വർഷം മുൻപ് BJP രൂപീകൃതമായപ്പോൾ ഒപ്പം ചേർന്ന് നടന്നു തുടങ്ങിയതാണ് ജോർജ് കുര്യൻ. പിന്നീട് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ യാത്ര. അതിലൊന്നും തളരാതെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് സമ്മാനമായി ഇപ്പോഴിതാ കേന്ദ്രമന്ത്രി പദവി. പാർട്ടിക്കൊപ്പം നടന്ന വർഷങ്ങളുടെ പെരുമ ജോർജ് കുര്യൻ ഇടയ്ക്കിടെ ഓർക്കും. പാർട്ടിയിലേക്ക് ഇന്നലെ വന്ന ആളല്ല താനെന്ന് അഭിമാനം കൊള്ളുന്നതാണത്. പ്രവൃത്തി കൊണ്ടോ പ്രസംഗം കൊണ്ടോ ഒരിക്കലും പ്രസ്ഥാനത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് അദ്ദേഹത്തെ വേറിട്ട നേതാവാക്കുന്നത്. ന്യൂനപക്ഷത്തെ പാർട്ടിയിലേക്ക് അടുപ്പിക്കുന്ന പാലമായി പ്രവർത്തിച്ചയാളെ കേന്ദ്രമന്ത്രിയാക്കാനുള്ള BJP തീരുമാനം തന്ത്രപ്രധാനമെന്നാണ് വിലയിരുത്തൽ. വിദ്യാർത്ഥി മോർച്ചയിലൂടെ 1980 രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. നാട്ടകം ഗവൺമെന്റ് കോളേജിൽ പഠിക്കുമ്പോൾ SFIക്കാരുമായുള്ള സംഘർഷത്തിൽ പലപ്പോഴും പരുക്കേറ്റു. തിരുനക്കര തെക്കേനടയിലെ RSS കാര്യാലയത്തിൽ അഭയം തേടേണ്ടതായും വന്നിട്ടുണ്ട്. മാന്നാനം KE കോളേജ്, നാട്ടകം ഗവൺമെന്റ് കോളേജ്, പാലാ സെന്റ് തോമസ് കോളേജ്, MG സർവകലാശാല സ്കൂൾ ഓഫ് ലീഗൽ തോട്ട്സ് എന്നിവിടങ്ങളിലെ വിദ്യാഭ്യാസ കാലത്തെല്ലാം സംഘടനാ പ്രവർത്തന സജീവമായിരുന്നു. നിലവിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോർജ് കുര്യൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ മുൻ വൈസ് ചെയർമാനാണ്. വിദ്യാർത്ഥി മോർച്ച ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, യുവമോർച്ച ജില്ലാ സെക്രട്ടറി, പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ്, വക്താവ്, ദേശീയ നിർവാഹക സമിതി അംഗം തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചു. ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും ദേശീയ വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദവും നിയമ ബിരുദവുമുണ്ട്. O. രാജഗോപാൽ കേന്ദ്രമന്ത്രിയായിരിക്കെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്നു. പാർട്ടി നയരൂപീകരണ സമിതി അംഗമായും പ്രവർത്തിച്ചു. 3 തവണ ലോക്സഭയിലേക്കും 1 തവണ നിയമസഭയിലേക്കും മത്സരിച്ചു. ജോർജ് കുര്യന്റെ മന്ത്രി പദവി റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലടക്കം സംസ്ഥാനത്തിന് ഗുണകരമാകും എന്നാണ് പ്രതീക്ഷ. അതേസമയം നമ്പ്യാകുളത്തിന്റെ നാട്ടുവഴികളിൽ പോലും സജീവ സാന്നിധ്യമായ ജോർജ് കുര്യന്റെ നേട്ടത്തിൽ നിറഞ്ഞ സന്തോഷത്തിലാണ് ജന്മനാട്. കാണക്കാരി നമ്പ്യാകുളം പൊയ്ക്കാരൻ കാലയിൽ വീട്ടിലേക്ക് വാർത്ത കേട്ടെത്തിയവരെ ജോർജ് കുര്യന്റെ ഭാര്യ ലഫ്റ്റനന്റ് കേണൽ OT അന്നമ്മയും കുടുംബാംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു. ചിലർ മധുരവുമായാണ് എത്തിയത്. ചാനലുകളിൽ ജോർജ് കുര്യന്റെയും സുരേഷ് ഗോപിയുടെയും മുഖങ്ങൾ കാണുന്നു. ജോർജ് കുര്യൻ അന്നമ്മ ദമ്പതികളുടെ മക്കളായ ആദർശും ആകാശും വിദേശത്താണ്. വിവരമറിഞ്ഞ് രണ്ടുപേരും അമ്മയെ വിളിച്ചു. ശനിയാഴ്ച രാത്രി വീട്ടിൽ നിന്ന് പോകുമ്പോഴും കേന്ദ്രമന്ത്രി പദവി എന്ന സൂചന പോലും ഇല്ലായിരുന്നു. പാർട്ടി പ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും എത്തിയപ്പോഴാണ് അന്നമ്മയും വിവരമറിഞ്ഞത്. സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി പദം സംബന്ധിച്ച് സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോർജ് കുര്യന്റെ സ്ഥാനലബ്ധി അപ്രതീക്ഷിതമായിരുന്നു. കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ മുൻ വൈസ് ചെയർമാനായ അദ്ദേഹം കോട്ടയം കാണക്കാരി സ്വദേശിയാണ്. സുരേഷ് ഗോപി ഇന്നലെ വൈകിട്ടാണ് കുടുംബസമേതം ഡൽഹിയിലെത്തിയത്. ജോർജ് കുര്യൻ തലേന്ന് തന്നെ എത്തിയിരുന്നു. ശനിയാഴ്ചയാണ് അദ്ദേഹത്തിന് ഫോൺ കോൾ ലഭിച്ചതെന്നറിയുന്നു. ഇന്നലെ രാവിലെ കേരള ഹൗസിൽ നിന്ന് നിയുക്ത മന്ത്രിമാരുടെ ചായ സൽക്കാരത്തിന് പുറപ്പെട്ടപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത്.